സമയം അത്രയും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നവകേരള യാത്രയ്ക്കിടെയുണ്ടായ രക്ഷാപ്രവർത്തന കേസ്. ആ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടി വേഗത്തിലാക്കുന്നു എന്നുള്ളതാണ്. സുരക്ഷാ സേനയിലെ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനായി SIT കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. കേസ് അട്ടിമറിച്ചതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിൽ വന്നേക്കും. അറസ്റ്റ് മുന്നിൽ കണ്ട് പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേർന്നത്. രഘു, ഗുഡ് മോർണിംഗ്. നടപടികളെല്ലാം തന്നെ സർക്കാർ മാറി വന്നപ്പോൾ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായതാണ്. ഇന്നലെ 5 പ്രതികളായിട്ടുണ്ട്. 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം പ്രതിപട്ടികയിൽ ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? റിപ്പോർട്ടൊക്കെ പൂഴ്ത്തി യഥാർത്ഥ റിപ്പോർട്ടല്ല, ഉന്നത ഉദ്യോഗസ്ഥനെതിരെയൊക്കെ ഗുരുതരമായ പങ്കുണ്ട് എന്നുള്ള കണ്ടെത്തലിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കും ഈ പ്രധാന കേസിൽ? ഈ കേസ് കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും കോടതിയുടെ അനുമതി വേണം. അതുകൊണ്ടാണ് 3 പേരെ കൂടി പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ഇവരെ പ്രതി ചേർക്കുകയുള്ളൂ. ഒപ്പം തന്നെ ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 2 പേർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ കേസ് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകളും കുറ്റങ്ങളുമാണ് ഇവര് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇവര് കൃത്യനിർവഹണമാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയി കഴിഞ്ഞാണ് ഇവർ പിന്നാലെ വാഹനത്തിൽ വരുന്നത്. ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഇവർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നത്. അതൊക്കെ ഏത് രീതിയിൽ അവരുടെ ജോലിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ഈ വാദിഭാഗം കോടതിയിൽ ഉന്നയിക്കുക. ഈ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ 26-ാം തീയതി ആലപ്പുഴ സെഷൻസ് കോടതി പരിഗണിക്കും. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വിവരം, ഈ നവകേരള യാത്രയ്ക്കിടെയുണ്ടായ രക്ഷാപ്രവർത്തന കേസ് അത് ഈ സർക്കാർ എത്തിയപ്പോൾ തന്നെ വളരെ വേഗത്തിൽ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു കേസാണ്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നമ്മൾ സംസാരിച്ചു പോകുന്നതിനിടെയാണ് വൈകുന്നേരത്തോടു കൂടി 5 പ്രതികൾ 3 പേരെ കൂടി പ്രതിപട്ടികയിലേക്ക് എത്തിക്കുന്നു, അതിന്റെ നടപടികളുമായിട്ട് പോകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം വരുന്നത്. അപ്പോൾ ഈ സുരക്ഷാ സേനയിലെ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനായി SIT കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിലിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ADGP ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന പങ്ക് ഇതിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ കേസ് ഒരുപാട് കൂടുതൽ ഗൗരവത്തിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേസ് അട്ടിമറിച്ചതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് അത് അന്വേഷണ പരിധിയിൽ വന്നേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും നടപടി, അതിനൊക്കെ ശുപാർശ ചെയ്യുമോ, അതും വളരെ വേഗത്തിലാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി പ്രധാനമായിട്ടും ഈ കേസിൽ നിലനിൽക്കുന്നത്. മറുവശത്ത് ഈ അറസ്റ്റ് മുന്നിൽ കണ്ട് പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ കോടതിയുടെ അനുമതിയുണ്ട്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലും അനുമതി വേണ്ടതായിട്ടുണ്ട്. ആ തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യങ്ങളെല്ലാം തന്നെ വേഗത്തിലാണ്. ഇപ്പോൾ കോടതിയുടെ അനുമതി എന്നുള്ളത് ഈ സംഭവ വികാസത്തിലേറെ പ്രധാനമാണ്. രാഷ്ട്രീയപരമായി മാത്രം കൈകാര്യം ചെയ്തു പോകുന്നു തുടങ്ങിയ പ്രതിരോധം മറുവശത്തു നിന്നും ഉണ്ടാകാതിരിക്കാൻ പാകത്തിനുള്ള ശക്തമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഈ കേസിൽ വരുന്നത്. രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ നിസ്സാരവൽക്കരിച്ച് എന്താണോ യഥാർത്ഥ സംഭവം അതിനെ മാറ്റി നിർത്തി വെറും രക്ഷാപ്രവർത്തനം എന്നുള്ള പേരിൽ വളരെ നിസ്സാരമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോയിരുന്ന കഴിഞ്ഞ സർക്കാരിന്റെ ഒരു പ്രവർത്തനം, അതിലാണ് വളരെ വേഗത്തിൽ ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. രഘുനാഥ് നാരായണൻ തുടരുന്നുണ്ട്. രഘു, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രതിപട്ടികയിലേക്ക് വരുന്നു. കേസ് അട്ടിമറിച്ചു, അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെല്ലാം തന്നെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞ് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉടൻ തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി, അതിന്മേൽ പെട്ടെന്ന് തന്നെ ശുപാർശയും വരില്ലേ? രഘു, കേൾക്കാമോ? ശരി, നമ്മൾ പറഞ്ഞുപോയ കാര്യം തന്നെയാണ്. അപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അത് നടപടികൾ വേഗത്തിലാക്കുകയാണ്. 5 പ്രതികളെ ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, കേസ് അട്ടിമറിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ദൃശ്യങ്ങളാണ് തെളിവായിട്ടുള്ളത്. പക്ഷെ ആ ദൃശ്യങ്ങൾ പോലും ഇല്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കുന്ന ഒരു
നടപടിയിലേക്കൊക്കെ മുൻപ് പോയിട്ടുണ്ടായിരുന്നത്. രഘു, കേൾക്കാമോ? കേൾക്കാം. രഘു, ചോദിച്ചൊരു കാര്യം ഇതാണ്. ഒന്ന്, കൂടുതൽ പ്രതികൾ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട്. അത് കേസ് അട്ടിമറിച്ചു എന്നുള്ള ഗുരുതരമായ പ്രശ്നമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നടപടികൾ വേഗത്തിലാകുന്നു എന്ന് പറയുമ്പോൾ എന്ത് നടപടിയായിരിക്കും? ആ നടപടിക്കുള്ള ശുപാർശയും ഉടനെ തന്നെ ഉണ്ടാകില്ലേ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് നോക്കുമ്പോൾ? സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വകുപ്പ് തല നടപടിയും അച്ചടക്ക നടപടിയും ഒക്കെ സ്വീകരിക്കുമ്പോൾ വലിയ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥർക്ക് പരാതി അല്ലെങ്കിൽ അപ്പീൽ നൽകാനുള്ള സാഹചര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊരു വലിയ രാഷ്ട്രീയ കേസ് കൂടി ആയതുകൊണ്ട് എന്ന് മാത്രവുമല്ല, രക്ഷാപ്രവർത്തനമെന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രി പറയുകയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കുട്ടികളെ മർദ്ദിച്ചവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ല, ഞങ്ങൾ മറക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമ്പോൾ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇവരെ ഏതെങ്കിലും രീതിയിലൊക്കെ അപ്പീലിന് പോയാൽ സർക്കാർ എടുത്ത നടപടി റദ്ദാക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അതുകൊണ്ട് വളരെ വേഗത്തിൽ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ അങ്ങനെയുള്ള രീതിയിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അടുത്ത ആഴ്ച തന്നെ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇവരുടെ മൊഴിയെടുക്കും.